ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷാരീസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ കുറച്ച് വീട്ടുവിശേഷങ്ങളായിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു. ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നേരെ രാവിലത്തേനുള്ള കാപ്പിയൊക്കെ പാലുമൊക്കെ തിളപ്പിച്ച് കൂടി കഴിഞ്ഞ് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ഉണ്ടാക്കിയെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ കഴിപ്പെല്ലാം കഴിഞ്ഞു. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ല എന്നേ ഉള്ളൂ കേട്ടോ. നമ്മൾ പലതവണ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാതെ. പിന്നെ ഉച്ചക്കത്തേനുള്ള പരിപാടിയാണ്. അപ്പം ഉച്ചക്കത്തേന് വേണ്ട രാവിലത്തേന് കുടിക്കാനുള്ള വെള്ളമൊക്കെ തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വെള്ളം തിളച്ചപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് തിളച്ചിട്ട് നിർത്തിയിടണം. അതുപോലെ ഇന്ന് ബീഫ് വറുത്തരച്ചാണ് വെക്കുന്നത്, തേങ്ങ വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട ബീഫ് ഒരു 3/4 കിലോ ബീഫുണ്ട്. അത് ഞാൻ ക്ലീൻ ചെയ്ത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി, അതുപോലെ ബീഫ് മസാലപ്പൊടി, ഉപ്പ്, പിന്നെ വെളിച്ചെണ്ണ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, പച്ചമുളക്, സവോള, കൊച്ചുള്ളി എല്ലാം കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്ത് യോജിപ്പിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ബീഫ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് തേണ്ട ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഒരു 2 മീഡിയം സൈസ് സവോള തേണ്ട അരിഞ്ഞെടുക്കുവാണ്. ഇതിന് നമുക്കിത് വഴറ്റാനായിട്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകല്ലേ. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ചിലർ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യില്ല. ചിലർ കമൻറ്റ് ചെയ്യും, ചിലർ ലൈക്ക് ചെയ്യില്ല. അങ്ങനെയൊക്കെ കണ്ടു. അപ്പം ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ വീഡിയോകൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ ഉണ്ട്, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഉടനടി എത്തത്തുള്ളൂ. അതുപോലെ എൻ്റെ വീഡിയോകൾ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ ശ്രമിക്കണം കേട്ടോ. എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ സപ്പോർട്ട് എന്നും കൂടെ ഉണ്ടാകുക. അപ്പം നമ്മൾ ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ട് മൂപ്പിച്ചതിന് ശേഷം ഈ ചതച്ച് വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവോള എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അപ്പം നമ്മൾ ബീഫിൽ ഓൾറെഡി നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് വേണം സവോളയിലോട്ട് ഇടാൻ. അങ്ങനെ ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഒക്കെ പിച്ചി കീറി ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില എപ്പോഴും ഇതുപോലെ കീറി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും കൂടെ അതിലോട്ട് കുറച്ചും കൂടെ ഇറങ്ങിച്ചില്ലും കേട്ടോ. അപ്പോൾ ഞാൻ പിച്ചി കീറി ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ കുറച്ച് വഴന്ന് വന്നപ്പോഴത്തേന് ഞാൻ അതിലോട്ട് ഒരു വലിയൊരു തക്കാളിയായിരുന്നു, അതിൻ്റെ പകുതി അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളിയാണെങ്കിൽ മുഴുവനും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ വലുതായതുകൊണ്ട് പകുതി ഇട്ട് കേട്ടോ. എന്നിട്ട് അപ്പം ബീഫ് കുറച്ചല്ലേ ഉള്ളൂ, അതുകൊണ്ടാണ് പകുതി ഇട്ടത്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് നമുക്ക് വഴറ്റിയെടുക്കണം. അങ്ങനെ വഴന്ന് വന്നതിലോട്ട് ഞാൻ പൊടികൾ ചേർത്തിട്ടുണ്ട്. ഇത് ചേർത്തത് കാണിക്കാൻ ഞാൻ വിട്ടുപോയത് കേട്ടോ. ഷൂട്ട് ചെയ്യുന്ന കാര്യമൊക്കെ മറന്നുപോയി. ഇതിട്ട് കഴിഞ്ഞാൽ ഓർത്തത് വേറൊന്നുമില്ല. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇവയെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഇടയ്ക്കൊന്നും തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ, ഇല്ല അടി പിടിക്കും. അങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ തുറന്ന് വെച്ച് ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് മൂപ്പിച്ചെടുത്താലും മതി കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്തതേ ഉള്ളൂ. ഇപ്പം ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ അടച്ച് വെച്ച് 1 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരുന്ന ബീഫുണ്ടല്ലോ, ഇതിൽ ഓൾറെഡി നമ്മൾ മസാലയെല്ലാം അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരുപാട് മസാല നമ്മൾ വഴറ്റിയതിനകത്ത് ചേർക്കാഞ്ഞത്. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുത്ത് കുക്കറിലോട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഈ മസാല എല്ലാം കൂടി ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. ആ സമയത്ത് ഞാൻ ഒരു പാനിലോട്ട് ഒരു ചെറിയ തേങ്ങയായിരുന്നു, അരമുറി തിരുമ്മിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് നമ്മൾ കൈയെടുക്കാതെ ഇതുപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇത് വറുത്തെടുക്കണം. അപ്പം ഒരു ലൈറ്റ് ബ്രൗൺ കളറായപ്പോഴത്തേന് ഞാൻ ഇതിലോട്ട് 2 തണ്ട് കറിവേപ്പിലയും പിന്നെ ഒരു 4-5 കൊച്ചുള്ളി, ചെറുതായതുകൊണ്ട് ഒരു 5 എണ്ണം എടുത്ത്, വലുതാണെങ്കിൽ ഒരു 4 എണ്ണമൊക്കെ മതി, അത് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് 1/4 റോസ്റ്റായി കഴിയുമ്പോഴത്തേന് ഇത് കണ്ടോ 1/4 ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ
പെരിഞ്ചീര പൊടിയാണ് ഞാൻ ചേർത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ പെരിഞ്ചീരമാണെങ്കിൽ അതായാലും ചേർത്താൽ മതി. ഞാനിപ്പോൾ പൊടിയാണ് ചേർത്ത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പൊടിയും കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് മൂപ്പിച്ചതിന് ശേഷം നമുക്കിത് വാങ്ങി വെച്ച് ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല മഷി പോലെ നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പം ഞാനിതിപ്പം നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വാങ്ങി വെച്ച് തണുത്തതിന് ശേഷം അരച്ചെടുക്കത്തുള്ളൂ. അപ്പോൾ അത് വാങ്ങി വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമ്മുടെ ബീഫ് ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയായിരുന്നു. ഉപ്പ് നോക്കിയപ്പോൾ നമ്മൾ ബീഫിലും സവാള വഴറ്റിയപ്പോഴും എല്ലാം ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് കറക്റ്റാണോ നോക്കിയപ്പോൾ എനിക്കൊരു ഇത്തിരി പോരായ്മ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിലിട്ടേക്കുന്നത്. അപ്പം അതുകൊണ്ട് അതവിടെ പതുക്കെ അവിടെ ഇരുന്ന് ആയിക്കോളും. ആ സമയത്ത് തന്നെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം കുറച്ച് ചേന ഞാൻ അരിഞ്ഞെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കറിവേപ്പിലെല്ലാം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക. ചേന മെഴുകോട്ടി വെക്കാൻ പോവാം കേട്ടോ. അപ്പോഴത്തേന് വേണ്ട അതിലോട്ട് ഞാൻ സവോള അരിഞ്ഞിട്ടില്ല. നേരം കിട്ടിയപ്പോൾ ചേന മാത്രമേ എല്ലാം റെഡിയാക്കി എടുത്തുള്ളായിരുന്നു. അപ്പം വേണ്ട സവോളയും കൂടെ അരിഞ്ഞ് ആവശ്യത്തിന് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് തട്ടിപ്പൊത്തി വെച്ച് നമുക്ക് വേവിച്ചെടുത്ത് എടുക്കാവുന്നതാണ്. അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചില്ലാന്നേ ഉള്ളൂ കേട്ടോ. ഇതിന് മുന്നേ ഒക്കെ അതൊക്കെ കാണിച്ചിട്ടുണ്ടോ? അതുകൊണ്ടാണ് കാണിക്കാൻ. എന്നിട്ട് തന്നെ നമ്മൾ അരച്ച് വെച്ചിരുന്ന തേങ്ങയുണ്ടല്ലോ അത് നമ്മുടെ ബീഫിൻ്റെ കൂട്ടിലോട്ട് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. ശേഷം നമ്മുടെ മിക്സിയുടെ ജാറുണ്ടല്ലോ അതിലോട്ട് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ആ ജാറൊന്ന് കഴുകി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പം നിങ്ങൾക്ക് ഗ്രേവി എങ്ങനെയാണ് വേണ്ടത് അതനുസരിച്ച് നിങ്ങൾക്ക് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരുപാട് നീട്ടിയല്ല എന്നാൽ ഒരുപാട് ഒത്തിരി അങ്ങ് കുറുകിയ അങ്ങനെയായിട്ടല്ല, ആവശ്യത്തിന് കുറുക്കത്തി വെച്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് വേണ്ട അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതപ്പോൾ അവിടെ ഇരുന്ന് ആയി വരട്ടെ. അതിൻ്റെ ആ തേങ്ങയൊക്കെ അരച്ച് ചേർത്താൽ അതെല്ലാം ഒന്ന് അതേ പിടിക്കണമല്ലോ, അതിനാണ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും വേണ്ട നമ്മുടെ ഇതെല്ലാം പിടിച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നമ്മുടെ ബീഫ് വറുത്തരച്ച ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പം ഈ സമയത്തും ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കാം. കാരണം നമ്മൾ തേങ്ങ വറുത്തരച്ചെല്ലാം ചേർത്ത് പിന്നെയും ചൂടുവെള്ളമൊക്കെ ഒഴിച്ചല്ലേ, ചിലപ്പം ഉപ്പ് കുറവായിട്ട് തോന്നാം, ചിലപ്പോൾ പാകമായിരിക്കും. അത് ഓരോരുത്തരുടെ ഇതുപോലല്ലേ. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേനും എനിക്ക് ഉപ്പ് കറക്റ്റായിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ചൊന്നും ചേർക്കേണ്ടി വന്നില്ല. എന്നിട്ട് ഇതേണ്ട തീ ഓഫ് ചെയ്തു. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് തൂവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇനി അടച്ച് വെക്കാം. നമുക്കിനി എപ്പോഴാണോ കഴിക്കാൻ എടുക്കുന്നത് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തെടുത്ത് കഴിച്ചാൽ മതി. അപ്പം നമ്മുടെ വറുത്തരച്ച ബീഫ് കറിയും പിന്നെ വേണ്ട ചേന മെഴുക്കോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഊണിന് ഇതാണ്. അപ്പം ഈ ബീഫ് കറി നിങ്ങൾ ഇതുവരെയും വെച്ചിട്ടില്ലെങ്കിൽ, ഇങ്ങനെ വറുത്തരച്ച് വെച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലതാണ്, ചോറിൻ്റെ കൂട്ടത്തിൽ മാത്രമല്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈക്കും കമൻറ്റും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നുപോലെ. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബായ്.